വെക്കേഷൻ ആയി കഴിഞ്ഞാൽ അമ്മ വീട്ടിൽ പോകാന്ന് പറയുമ്പോൾ നമുക്കൊരു ഉത്സാഹം ഉണ്ടാവില്ലേ? അമ്മാതിരി ഉത്സാഹത്തിൽ ഞാൻ എങ്ങടെ ചാടത്തുള്ളി പോകണമെന്നറിയോ? ചോറ്റാനിക്കര മെഡിക്കൽ കോളേജ് വരെ. അച്ഛനെ കൂട്ടായിട്ട് പോകണമെന്ന്. അച്ഛന് കുറച്ച് ദിവസമായിട്ട് ചുമ. ഈ ഇടയായിട്ട് എനിക്ക് തുടങ്ങിയൊരു സ്വഭാവമാണ്. അച്ഛൻ അരി വാങ്ങിക്കാൻ വേണ്ടി റേഷൻ കടയിൽ പോയാലും അപ്പുറത്തെ അമ്പലത്തിൽ പോയാലും എനിക്കും പോകണം. അങ്ങനെ വെറുതെ ഒരു കൂട്ടായിട്ട് പോകാമെന്ന് വിചാരിച്ച് പറഞ്ഞതാണ്. പക്ഷേ അമ്മക്ക് ടെൻഷനായി. എനിക്കെന്തോ അസുഖമുണ്ട്. ഞാനങ്ങനെ അസുഖങ്ങളൊന്നും വീട്ടിൽ പറയാത്ത ഒരാളാണ്. അമ്മ പുറകെ കിടന്ന് ചോദിക്കാൻ തുടങ്ങി. എന്തിനാ? അസുഖം എന്തെങ്കിലും പറഞ്ഞിട്ട് വേണം 10 അമ്പലത്തിലേക്ക് നേർച്ച നേരാൻ വേണ്ടി. ഹോസ്പിറ്റലിൽ പോയപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും വന്ന് എന്നാൽ നമ്മുടെ ഡസ്റ്റ് അലർജി ഈ 2-3 ആഴ്ചയായിട്ടുള്ള തലവേദനയൊക്കെ കാണിക്കാമെന്ന്. ദേവന്നി വാലക്ക ടെസ്റ്റ്, എക്സ്റേ, ലാസ്റ്റ് ഒരു കണ്ടുപിടുത്തവും മൂക്കിനൊരു വളവ്. പോയില്ലേ സമാധാനം. സമാധാനം പോയ വഴി പുല്ലുപോലും മുളക്കില്ല. കുറച്ച് ആശ്വാസത്തിന് കുറച്ച് കട്ടൻ ചായയും പഴംപൊരിയും, കുറച്ചല്ല ഒരു കട്ടൻ ചായയും പഴംപൊരിയും കഴിച്ചെങ്കിലും എനിക്ക് സമാധാനം കിട്ടിയില്ല. ചോറ്റാനിക്കര മുതൽ വീട് വരെ ഞാൻ ഈ ഫോൺ എടുത്ത് എൻ്റെ മൂക്ക് നോക്കിക്കൊണ്ടിരുന്നു. എവിടെയടാ എൻ്റെ പാലം തെറ്റിപ്പോയത്? ഇത് ശരിയാക്കാൻ ഞാൻ ഇനി എന്ത് ചെയ്യുമെന്ന് ഓർത്ത് ഈ പേരും പറയുന്ന ക്ലാസ്സിൽ പോയില്ല. പിന്നെ അച്ഛൻ്റെ ഒപ്പം തൃപ്പൂണിത്തുറയൊക്കെ ഒന്ന് കറങ്ങി, നമ്മൾ ലോട്ടറിയൊക്കെ ഒന്ന് എടുത്ത് അങ്ങനെ ഈ ദിവസം സമാധാനം ഇല്ലാതെ പോയി കിട്ടി.